ഈ ആധുനിക കാലഘട്ടത്തിൽ എല്ലാം തുറന്നുകാട്ടപ്പെടുന്ന ഒരു വലിയ റിയാലിറ്റി ഷോയിലാണ് നമ്മൾ ജീവിക്കുന്നത്. വ്യക്തിപരമായ കാര്യങ്ങൾ, അടുത്ത നീക്കങ്ങൾ, സ്വപ്നങ്ങൾ, ഭയങ്ങൾ എല്ലാം നമ്മൾ സ്വയമറിയാതെ പൊതുവിടങ്ങളിലേക്ക് വലിച്ചെറിയുന്നു. സുതാര്യത ഒരു ഗുണമായി വാഴ്ത്തപ്പെടുമ്പോൾ തന്നെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങൾ ഒളിച്ചുവെക്കേണ്ടതിൻ്റെ ആവശ്യകതയും പ്രാധാന്യവും മറന്നുപോകുന്നു. നമ്മൾ പലപ്പോഴും അറിയുന്നില്ല, അമിതമായി തുറന്നുകാട്ടൽ എന്നത് ഒരാളുടെ ശക്തിയുടെയും തന്ത്രപരമായ ശേഷിയുടെയും ചോർച്ചയാണ് എന്ന്. നമ്മുടെ ജീവിതത്തിലെ ചില കാര്യങ്ങൾ രഹസ്യമായി വെക്കേണ്ടത് സ്വയം സംരക്ഷണത്തിന്റെ ഭാഗമാണ്. ചിലപ്പോൾ ഒളിച്ചു വയ്ക്കുന്നതാണ് ഏറ്റവും ശക്തമായ പ്രതിരോധം. ഈ എപ്പിസോഡിൽ മറ്റുള്ളവരുടെ മുന്നിൽ നമ്മുടെ ജീവിതം അമിതമായി തുറന്നു വയ്ക്കാതിരിക്കേണ്ടതിൻ്റെ 10 ശക്തമായ കാരണങ്ങൾ നാം പഠിക്കും. ഈ കാരണങ്ങൾ നിങ്ങളുടെ വ്യക്തിപരമായ കരുത്ത്, ബന്ധങ്ങളിലെ ആധിപത്യം, വിജയത്തിലേക്കുള്ള വഴി എന്നിവ എങ്ങനെ രൂപപ്പെടുത്തുന്നു എന്ന് നാം ആഴത്തിൽ വിശകലനം ചെയ്യും. ഈ തിരിച്ചറിവ് തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിന്റെ ദിശ മാറ്റാൻ പര്യാപ്തമാണ്. അമിതമായി സംസാരിക്കാതിരിക്കേണ്ടതിൻ്റെയും നമ്മുടെ നിശബ്ദ ശക്തിയെ പരിപോഷിപ്പിക്കേണ്ടതിൻ്റെയും 10 ശക്തമായ കാരണങ്ങൾ നമുക്ക് ഓരോന്നായി പരിശോധിക്കാം. ഒന്നാമതായി, മറ്റുള്ളവരുടെ മുന്നിൽ നമ്മൾ പൂർണ്ണമായും ഒരു തുറന്ന പുസ്തകമാകരുത്. ഒരാൾക്ക് അവരുടെ നിഗൂഢത നിലനിർത്താൻ സാധിക്കുമ്പോൾ അവർ ഒരു കാന്തം പോലെ ആകർഷണീയരായി മാറും. കാരണം മനുഷ്യൻ അടിസ്ഥാനപരമായി കൗതുകം ഇഷ്ടപ്പെടുന്നവരാണ്. ഓരോരുത്തരുടെയും ജീവിതത്തിൽ എളുപ്പത്തിൽ പിടികിട്ടാത്ത ഒരു എന്തോ ഉണ്ടാവുക എന്നത് അവരുടെ മൂല്യം വർദ്ധിപ്പിക്കും. നമ്മുടെ എല്ലാ ചിന്തകളും ഭാവിയെക്കുറിച്ചുള്ള പദ്ധതികളും മുൻകൂട്ടി അറിയാമെങ്കിൽ മറ്റുള്ളവർക്ക് നമ്മോടുള്ള താല്പര്യം കുറയും. പ്രശസ്തരായ വ്യക്തികളെയും വിജയികളെയും നാം ആദരിക്കുമ്പോൾ അവരുടെ ജീവിതത്തിലെ ചില രഹസ്യങ്ങൾ എപ്പോഴും നമ്മെ ആകർഷിക്കാറുണ്ട്. ഒരു വ്യക്തി തൻ്റെ എല്ലാ കാർഡുകളും ഉടൻ തന്നെ മേശപ്പുറത്ത് വയ്ക്കുമ്പോൾ കളിയുടെ ത്രില്ല് നഷ്ടപ്പെടുന്നു. നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് തിരഞ്ഞെടുത്ത് മാത്രം സംസാരിക്കുന്ന ഒരാൾ തൻ്റെ ചുറ്റും ഒരുതരം ദുരൂഹതയുടെ വലയം തീർക്കുന്നു. ഓരോരുത്തരുടെയും അടുത്ത നീക്കം എന്തായിരിക്കുമെന്ന ആകാംക്ഷ അവർക്ക് മറ്റുള്ളവരുടെ മനസ്സിൽ ഒരു പ്രത്യേക സ്ഥാനം നേടിക്കൊടുക്കും. അതിനാൽ നിങ്ങളുടെ ജീവിതം ഒരു ചെറിയ പസിൽ പോലെ സൂക്ഷിക്കുക, പൂർണ്ണമായി വെളിപ്പെടുത്താതിരിക്കുക. ഈ സ്വകാര്യ സ്വഭാവം നിങ്ങളുടെ ഏറ്റവും വലിയ ആകർഷണീയതയുടെ ഉറവിടമായിരിക്കും. രണ്ടാമത്തെ കാരണം, നമ്മുടെ ലക്ഷ്യങ്ങളെ നിശബ്ദമാക്കുന്നത് വിജയസാധ്യത വർദ്ധിപ്പിക്കുമെന്നുള്ളതാണ്. നമ്മുടെ സ്വപ്നങ്ങളെയും ലക്ഷ്യങ്ങളെയും കുറിച്ച് നാം അമിതമായി സംസാരിക്കുമ്പോൾ അത് നമ്മുടെ തലച്ചോറിൽ ഒരു പ്രത്യേകതരം സംതൃപ്തി ഉണ്ടാക്കുന്നു. ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നത് മറ്റുള്ളവരുടെ അഭിനന്ദനങ്ങളും പ്രോത്സാഹനങ്ങളും ലഭിക്കുമ്പോൾ ലക്ഷ്യം നേടിയതിന് തുല്യമായ ഒരു മാനസിക ആശ്വാസം ലഭിക്കുമെന്നാണ്. ഇതോടെ ആ ലക്ഷ്യം യാഥാർത്ഥ്യമാക്കാനുള്ള യഥാർത്ഥ പ്രേരണയും തീവ്രതയും നമ്മളിൽ കുറയും. നമ്മുടെ പദ്ധതികളെ രഹസ്യമായി വെക്കുക എന്നത് വിജയത്തിനായുള്ള ഒരു ശക്തമായ തന്ത്രമാണ്. ലക്ഷ്യങ്ങൾ ഒരു വിത്ത് പോലെയാണ്. അത് മണ്ണിൽ ഒളിച്ചിരുന്നാണ് വളരുന്നത്. വെളിച്ചത്തിൽ വരുമ്പോൾ അത് ഫലമായി മാറിയിരിക്കും. പുറത്തുള്ള വിമർശനങ്ങൾ, സംശയങ്ങൾ അല്ലെങ്കിൽ അനാവശ്യമായ ഉപദേശങ്ങൾ എന്നിവയിൽ നിന്ന് നമ്മുടെ ശ്രദ്ധയെ സംരക്ഷിക്കാൻ ഈ നിശബ്ദത സഹായിക്കും. നമ്മുടെ ശ്രദ്ധ സംസാരത്തിൽ നിന്ന് പ്രവൃത്തിയിലേക്ക് പൂർണ്ണമായും തിരിയുന്നു. ഒരു കായിക താരത്തിൻ്റെയോ ശാസ്ത്രജ്ഞൻ്റെയോ കാര്യമെടുക്കുക. അവരുടെ കഠിനാധ്വാനം ലോകമറിയുന്നത് വിജയം പ്രഖ്യാപിക്കുമ്പോൾ മാത്രമാണ്. ഓരോരുത്തരുടെയും ലക്ഷ്യങ്ങൾ സ്വകാര്യമായി വയ്ക്കുന്നത് അവർക്ക് തങ്ങളുടെ പൂർണ്ണ ഊർജവും പ്രതിബദ്ധതയും ആ പ്രവൃത്തിയിൽ മാത്രം കേന്ദ്രീകരിക്കാൻ അവസരം നൽകുന്നു. ഓർക്കുക, നമ്മുടെ വിജയം സ്വയം സംസാരിക്കട്ടെ. മൂന്നാമത്തെ കാരണം, നമ്മുടെ ബലഹീനതകൾ മറ്റൊരാളുടെ ആയുധമായി മാറ്റാതിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ നമ്മുടെ ഏറ്റവും ദുർബലമായ നിമിഷങ്ങളെ, നമ്മുടെ ആന്തരിക ഭയങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ അരക്ഷിതാവസ്ഥകളെ മറ്റൊരാളുമായി പങ്കുവയ്ക്കുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ അവർക്ക് നമ്മുടെ നിയന്ത്രണത്തിനുള്ള ഒരു താക്കോൽ നൽകുകയാണ്. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അടുപ്പമുള്ള സുഹൃത്തോ പങ്കാളിയോ ആയിരിക്കും ഈ വിവരങ്ങൾ പിന്നീട് ഉപയോഗിക്കാൻ സാധ്യതയുള്ള എതിരാളിയായി മാറുക. ബന്ധങ്ങൾ മാറുമ്പോൾ നമ്മുടെ മുൻ സുഹൃത്തുക്കൾ
അവരുടെ കൈവശമുള്ള വിവരങ്ങൾ ഉപയോഗിച്ച് നമ്മെ വേദനിപ്പിക്കാനോ അപമാനിക്കാനോ ശ്രമിച്ചേക്കാം. ഓരോരുത്തരുടെയും ജീവിതം മത്സരബുദ്ധിയുള്ളതാണ്. പ്രൊഫഷണൽ രംഗത്തും സാമൂഹിക രംഗത്തും നമ്മുടെ ദൗർബല്യങ്ങൾ മനസ്സിലാക്കുന്നവർക്ക് നമ്മെ ചൂഷണം ചെയ്യാൻ എളുപ്പമാണ്. ഒരു യുദ്ധത്തിൽ നമ്മുടെ കോട്ടയുടെ ഏറ്റവും ദുർബലമായ ഭാഗം എവിടെയാണ് എന്ന് ശത്രുവിനെ അറിയിക്കാതിരിക്കുന്നതാണ് ഏറ്റവും വലിയ തന്ത്രം. അതുകൊണ്ട് നമ്മുടെ ആന്തരിക പോരാട്ടങ്ങൾ നമ്മൾ സ്വയം നേരിടാൻ പഠിക്കണം. മറ്റൊരാളുടെ സഹതാപത്തിനോ അംഗീകാരത്തിനോ വേണ്ടി നമ്മുടെ ഏറ്റവും സ്വകാര്യമായ ഭയങ്ങൾ തുറന്നു കാട്ടരുത്. നമ്മുടെ സ്വകാര്യത കൈകാര്യം ചെയ്യുന്നതിൽ അതീവ ജാഗ്രത പുലർത്തുക. കാരണം ആഴത്തിലുള്ള കാര്യങ്ങൾ അറിയുന്നവർക്ക് നമ്മുടെ ആത്മാവിനെ മുറിവേൽപ്പിക്കുവാൻ എളുപ്പത്തിൽ സാധിക്കും. നാലാമത്തെ കാരണം നമ്മുടെ നിയന്ത്രണം ഉറപ്പാക്കുക എന്നുള്ളതാണ്. അറിവൊരു ശക്തിയാണ്. നമ്മുടെ സ്വകാര്യ ജീവിതത്തെക്കുറിച്ച് നമ്മൾ എത്ര കുറഞ്ഞ വിവരങ്ങൾ മറ്റുള്ളവർക്ക് നൽകുന്നുവോ അത്രത്തോളം നിയന്ത്രണം നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകും. ആളുകൾക്ക് നമ്മെക്കുറിച്ച് കൂടുതൽ അറിയില്ല എങ്കിൽ അവർക്ക് നമ്മുടെ തീരുമാനങ്ങളിൽ ഇടപെടാനോ നമ്മുടെ ജീവിതത്തെ വിമർശിക്കാനോ അല്ലെങ്കിൽ നമ്മെക്കുറിച്ച് വിധി കൽപ്പിക്കാനോ ഉള്ള അവസരങ്ങൾ കുറയും. നമ്മുടെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചോ കുടുംബ പ്രശ്നങ്ങളെക്കുറിച്ചോ ആരോഗ്യപരമായ വെല്ലുവിളികളെക്കുറിച്ചോ വിശദമായി വിവരങ്ങൾ നൽകാതിരിക്കുമ്പോൾ നമ്മൾ ഒരുതരം അദൃശ്യമായ അതിർവരമ്പ് സ്ഥാപിക്കുകയാണ്. ഈ അതിർത്തി നമ്മുടെ സ്വകാര്യതയെ സംരക്ഷിക്കുന്നു. മറ്റുള്ളവർക്ക് നമ്മുടെ ജീവിതത്തിൽ ആധിപത്യം സ്ഥാപിക്കാൻ എളുപ്പമല്ലാത്ത ഒരവസ്ഥ സംജാതമാകും. കുറഞ്ഞ വിവരങ്ങൾ നൽകുന്ന ഒരാൾ തൻ്റെ സ്വന്തം ആഖ്യാനം അവരുടെ കൈവശം തന്നെ നിലനിർത്തുന്നു. മറ്റുള്ളവർക്ക് ഊഹിക്കാനോ കഥകൾ മെനയാനോ ഉള്ള സാധ്യത നൽകുന്നതിന് പകരം നമ്മുടെ ജീവിതത്തിലെ നിർണായക വിവരങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിൽ തന്നെ ആയിരിക്കട്ടെ. ഇത് നമ്മുടെ സ്വാതന്ത്ര്യത്തെ ഉറപ്പുള്ളതാക്കുന്നു. അഞ്ചാമത്തെ കാരണം നെഗറ്റീവ് ഊർജത്തിൽ നിന്ന്, വിമർശനങ്ങളിൽ നിന്ന് സ്വയം സംരക്ഷിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ പദ്ധതികളെക്കുറിച്ചോ സന്തോഷങ്ങളെക്കുറിച്ചോ അഭിപ്രായങ്ങളെക്കുറിച്ചോ സംസാരിക്കുമ്പോൾ അത് പുറം ലോകത്ത് നിന്ന് വരുന്ന വിമർശനങ്ങൾക്കും നെഗറ്റീവ് ചിന്തകൾക്കും ചിലപ്പോൾ അസൂയയ്ക്കും വരെ കാരണമാകും. നമ്മുടെ പുതിയ സംരംഭങ്ങളെ നിരുത്സാഹപ്പെടുത്താൻ എപ്പോഴും ചില ആളുകൾ ഉണ്ടാകും. നമ്മുടെ സ്വകാര്യ ജീവിതം രഹസ്യമായി വയ്ക്കുന്നത് നമ്മുടെ മാനസികാരോഗ്യത്തിനൊരു ശക്തമായ രക്ഷാകവചം തീർക്കുകയാണ്. പുറത്തു നിന്നുള്ള സംശയം നിറഞ്ഞ വാക്കുകളോ നിഷേധാത്മകമായ അഭിപ്രായങ്ങളോ നമ്മുടെ ആത്മവിശ്വാസത്തെ ഇല്ലാതാക്കുവാൻ അനുവദിക്കരുത്. നെഗറ്റീവ് ചിന്താഗതിക്കാരുടെ ദുഷിപ്പിക്കുന്ന സ്വാധീനത്തിൽ നിന്ന് നമ്മുടെ സ്വപ്നങ്ങളെ സംരക്ഷിക്കാൻ ഈ സ്വകാര്യത സഹായിക്കും. ഓരോരുത്തരുടെയും ലക്ഷ്യങ്ങൾ നിശബ്ദമായി പൂർത്തിയാക്കുമ്പോൾ നമ്മുടെ ഊർജം പോസിറ്റീവായ കാര്യങ്ങളിൽ മാത്രം കേന്ദ്രീകരിക്കുന്നു. വിമർശനങ്ങളെ പ്രതിരോധിക്കാൻ നമ്മുടെ വിലപ്പെട്ട സമയം പാഴാക്കേണ്ടി വരികയില്ല. ഈ ഊർജ സംരക്ഷണം നമ്മുടെ വിജയത്തിലേക്കുള്ള വേഗത കൂട്ടും. ചുരുക്കത്തിൽ നമ്മൾ സംസാരിക്കേണ്ടത് വിമർശകർക്ക് മറുപടിയാകാനല്ല, മറിച്ച് നമ്മുടെ വിജയം പ്രഖ്യാപിക്കാനായിരിക്കണം. ആറാമത്തെ കാരണം നമ്മുടെ പ്രതികരണശേഷി പ്രവചനാതീതമായി നിലനിർത്തുവാൻ. ഒരു വ്യക്തി അവരുടെ വികാരങ്ങളെ മറ്റുള്ളവർക്ക് മുന്നിൽ പൂർണ്ണമായും തുറന്നു കാട്ടുമ്പോൾ അവരുടെ പ്രതികരണങ്ങൾ പ്രവചനാതീതമല്ലാതാകും. ഒരാൾ എപ്പോൾ ദേഷ്യപ്പെടും, എപ്പോൾ സങ്കടപ്പെടും, എപ്പോഴാണ് സന്തോഷിക്കുക എന്നെല്ലാം മറ്റൊരാൾക്കറിയാമെങ്കിൽ അവരെ ചൂഷണം ചെയ്യാൻ എളുപ്പമാണ്. ഒരു ചൂതാട്ടത്തിലെ കാർഡുകൾ പോലെയാണിത്. നിങ്ങളുടെ കാർഡുകൾ മറ്റൊരാൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ജയിക്കാൻ ബുദ്ധിമുട്ടാണ്. നമ്മുടെ യഥാർത്ഥ വികാരങ്ങൾ എന്താണ് എന്ന് മറ്റുള്ളവർക്ക് കൃത്യമായി അറിയാതിരിക്കുമ്പോൾ അവർ നമ്മളുമായി ഇടപഴകുമ്പോൾ കൂടുതൽ ജാഗ്രതയോടെയും ബഹുമാനത്തോടെയും പെരുമാറും. നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിക്കുന്നത് നമ്മുടെ അന്തസ്സിനെ വർദ്ധിപ്പിക്കും. നമ്മുടെ പ്രതികരണങ്ങൾ അപ്രവചനീയമായി നിലനിർത്തുന്നത് ആളുകളെ മാന്യമായി പെരുമാറാൻ നിർബന്ധിതരാക്കും. ഇതൊരു തരം തന്ത്രപരമായ അകലം പാലിക്കലാണ്. മറ്റുള്ളവർക്ക് നമ്മുടെ ബട്ടണുകൾ എളുപ്പത്തിൽ കണ്ടെത്താൻ സാധിക്കരുത്. അമിതമായി തുറന്ന് സംസാരിക്കുന്ന ഒരാൾ അവരുടെ വികാരപരമായ ദുർബലതകൾ വെളിപ്പെടുത്തുകയാണ്. എന്നാൽ നിശബ്ദനായിരിക്കുന്ന ഒരാൾ അവരുടെ ഉള്ളിലെ ശക്തിയെയാണ് പ്രകടമാക്കുന്നത്. ഏഴാമത്തെ കാരണം നമ്മുടെ ബന്ധങ്ങളിൽ അധികാരം നിലനിർത്തുക എന്നുള്ളതാണ്. ബന്ധങ്ങൾ അത് സൗഹൃദത്തിലായാലും വ്യക്തിപരമായ അടുപ്പത്തിലായാലും ബിസിനസ്സിലായാലും അധികാരം നിലനിൽക്കുന്നത് വിവരങ്ങളുടെ കൈവശം അനുസരിച്ചായിരിക്കും. നമ്മുടെ എല്ലാ സ്വകാര്യ ചിന്തകളും സംശയങ്ങളും
ജീവിതത്തിലെ പ്രധാന നീക്കങ്ങളും ഒരാളുമായി പങ്കുവയ്ക്കുമ്പോൾ നമ്മൾ നമ്മുടെ അധികാരം അവർക്ക് കൈമാറുകയാണ്. മറ്റേയാൾ അവരുടെ കാര്യങ്ങൾ സ്വകാര്യമായി വയ്ക്കുമ്പോൾ അവർക്ക് ബന്ധത്തിൽ ഒരു മുകൾ കൈ ലഭിക്കുന്നു. നമ്മുടെ എല്ലാ കുറവുകളും അമിതമായി തുറന്നു കാട്ടുന്നത് മറ്റേയാൾക്ക് വിരസതയുണ്ടാക്കുകയോ നമ്മെ ഒരു ആവശ്യക്കാരനായി കാണാൻ ഇടവരുത്തുകയോ ചെയ്യാം. ആരോഗ്യകരമായ ബന്ധങ്ങൾക്ക് വ്യക്തിപരമായ ഇടം അത്യാവശ്യമാണ്. ഓരോരുത്തരുടെയും സ്വകാര്യത നിലനിർത്തുന്നത് നമ്മെ തന്നെ ഒരു പൂർണ്ണ വ്യക്തിയായി നിലനിർത്താനും ബന്ധങ്ങളിൽ നമ്മുടെ മൂല്യം ഉയർത്തിപ്പിടിക്കാനും സഹായിക്കും. നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ഒരു സുഹൃത്തുമായി പങ്കുവയ്ക്കുമ്പോൾ അവർക്ക് നമ്മോട് സംസാരിക്കാൻ പുതിയതായി ഒന്നും അവശേഷിക്കുന്നില്ല. ഈ സ്വകാര്യ സ്വഭാവം ബന്ധങ്ങളിൽ ഒരുതരം ആദരവ് നിലനിർത്താനും പരസ്പരം ആകർഷണീയത നിലനിർത്താനും സഹായിക്കും. എട്ടാമത്തെ കാരണം നമ്മുടെ ആന്തരിക ശക്തിയും സ്വയം ആശ്രിതത്വവും വർദ്ധിപ്പിക്കുവാൻ. നമ്മൾ നമ്മുടെ ഓരോ പ്രശ്നവും മറ്റൊരാളോട് തുറന്ന് സംസാരിക്കുമ്പോൾ നമ്മുടെ പരിഹാരങ്ങൾക്കായി നമ്മൾ പുറം ലോകത്തെ ആശ്രയിക്കുകയാണ്. ഇത് വൈകാരികമായ ആശ്രയത്വം വളർത്തും. എന്നാൽ നമ്മുടെ കാര്യങ്ങൾ നമ്മൾ സ്വയം കൈകാര്യം ചെയ്യാൻ പഠിക്കുമ്പോൾ നമ്മുടെ ആന്തരിക ശക്തി വർദ്ധിക്കുന്നു. പ്രശ്നങ്ങൾ വരുമ്പോൾ ആരോടും പറയാതെ നമ്മുടെ യുക്തിയും വിവേകവും ഉപയോഗിച്ച് അവ പരിഹരിക്കുന്നത് നമുക്ക് അളവറ്റ ആത്മവിശ്വാസം നൽകും. ഈ സ്വയം ആശ്രിതത്വം നമ്മെ കൂടുതൽ സ്ഥിരതയുള്ള വ്യക്തിയാക്കി മാറ്റുന്നു. മറ്റൊരാളുടെ സഹതാപത്തിനോ ഉപദേശത്തിനോ വേണ്ടി കാത്തു നിൽക്കാതെ നമ്മുടെ പോരാട്ടങ്ങളെ ഒറ്റയ്ക്ക് അഭിമുഖീകരിക്കുമ്പോൾ ഒരാൾ മാനസികമായി കൂടുതൽ ശക്തനാണ്. നമ്മുടെ ജീവിതത്തിലെ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ സ്വയം ഏറ്റെടുക്കുന്നതിലൂടെ നമ്മുടെ കഴിവിലുള്ള വിശ്വാസം വർദ്ധിക്കുന്നു. നമ്മൾ നമ്മുടെ സ്വന്തം ഉപദേഷ്ടാവും രക്ഷകനുമായി മാറുമ്പോൾ പുറത്തു നിന്നുള്ള അഭിപ്രായങ്ങൾക്ക് നമ്മുടെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തുവാൻ കഴിയുകയില്ല. ഒൻപതാമത്തെ കാരണം നമ്മുടെ പ്രതിച്ഛായയെ തന്ത്രപരമായി നിലനിർത്തുക എന്നുള്ളതാണ്. ആളുകൾ നമ്മെ എങ്ങനെ കാണുന്നു എന്നത് നമ്മൾ അവരുമായി പങ്കുവെക്കുന്ന വിവരങ്ങളെ ആശ്രയിച്ചായിരിക്കും. ഒരാൾ എപ്പോഴും അവരുടെ പരാജയങ്ങളും പോരായ്മകളും സംസാരിച്ചു കൊണ്ടിരുന്നാൽ അവർ ഒരു ദുർബലനായ വ്യക്തിയായിട്ടായിരിക്കും മറ്റുള്ളവരുടെ മനസ്സിൽ ഇടം നേടുക. നമ്മുടെ സ്വകാര്യത നിലനിർത്തുമ്പോൾ നമുക്ക് നമ്മുടെ പൊതുപ്രതിച്ഛായയെ തന്ത്രപരമായി രൂപപ്പെടുത്താൻ കഴിയും. നമ്മൾ പങ്കുവയ്ക്കുന്ന വിവരങ്ങളിൽ തിരഞ്ഞെടുപ്പ് നടത്തുക. നിങ്ങൾ ഒരു വിജയിയെ പോലെ, ആത്മവിശ്വാസമുള്ളവനെ പോലെ, സമർത്ഥനായ ഒരാളായി മാത്രം കാണപ്പെടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ പ്രതിച്ഛായയെ പിന്തുണയ്ക്കുന്ന വിവരങ്ങൾ മാത്രം നൽകുക. ഇത് കപടതയല്ല, മറിച്ച് ആധുനിക ലോകത്തിലെ ഒരു പ്രതിച്ഛായ നിർമ്മാണ തന്ത്രമാണ്. ഓരോരുത്തരുടെയും കഠിനാധ്വാനവും പിന്നാമ്പുറ രഹസ്യങ്ങളും വെളിപ്പെടുത്തേണ്ട ആവശ്യമില്ല. നമ്മുടെ ശ്രദ്ധേയമായ കഴിവുകൾ മാത്രം അവതരിപ്പിക്കുക. ആളുകൾ നമ്മെ ബഹുമാനത്തോടെയും അത്ഭുതത്തോടെയും കാണട്ടെ. ഈ നിയന്ത്രിത തുറന്നുകാട്ടൽ നമ്മുടെ മൂല്യം സമൂഹത്തിൽ വർദ്ധിപ്പിക്കും. പത്താമത്തെ കാരണം നമ്മുടെ ഊർജം സംരക്ഷിക്കുക എന്നുള്ളതാണ്. നമ്മൾ നമ്മുടെ സ്വകാര്യത മറ്റുള്ളവരുമായി വിശദീകരിക്കുന്നതിലും ന്യായീകരിക്കുന്നതിലും ചർച്ച ചെയ്യുന്നതിലും ധാരാളം മാനസിക ഊർജം പാഴാക്കുന്നുണ്ട്. ഒരു കാര്യത്തെക്കുറിച്ച് ഒരുപാട് ആളുകളോട് സംസാരിക്കുമ്പോൾ നമ്മൾ അവരുടെ സംശയങ്ങൾ തീർക്കേണ്ടി വരും, വിമർശനങ്ങൾ പ്രതിരോധിക്കേണ്ടി വരും, അനാവശ്യ ഉപദേശങ്ങൾ കേൾക്കേണ്ടി വരും. ഇത് ശരീരത്തെയും മനസ്സിനെയും ഒരുപോലെ ക്ഷീണിപ്പിക്കുന്ന പ്രക്രിയയാണ്. നമ്മൾ നിശബ്ദരായിരിക്കുമ്പോൾ നമ്മുടെ സംസാര ഊർജം പ്രവൃത്തിയിലേക്ക് വഴിതിരിച്ചു വിടാൻ സാധിക്കും. സംസാരം കുറച്ച് ലക്ഷ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നമ്മുടെ പദ്ധതികളെക്കുറിച്ചുള്ള സംസാരം നമ്മെ ക്ഷീണിപ്പിക്കുകയും ലക്ഷ്യത്തിൽ നിന്നുള്ള ശ്രദ്ധ മാറ്റുകയും ചെയ്യും. നമ്മുടെ ആന്തരിക ചിന്തകളും പദ്ധതികളും നമ്മുടെ ഉള്ളിൽ തന്നെ ഒതുക്കി വെച്ച് ആ ഊർജം മുഴുവൻ നമ്മുടെ വിജയത്തിനായി ഉപയോഗിക്കുക. ഈ ഊർജ സംരക്ഷണം നമ്മെ കൂടുതൽ കാര്യക്ഷമതയുള്ളവരാക്കി മാറ്റുന്നു. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കേൾക്കുന്നതിനോ അവരെ തൃപ്തിപ്പെടുത്തുന്നതിനോ വേണ്ടി നമ്മുടെ വിലപ്പെട്ട സമയം കളയുന്നില്ല. ഇത് നമ്മുടെ ശക്തിയെ സംരക്ഷിക്കാനുള്ള ഒരു സമർത്ഥമായ മാർഗമാണ്. നമ്മുടെ മനസ്സിൽ ഒരു ചിന്തയുണ്ടാകണം. സ്വകാര്യത എന്നതൊരു കുറവല്ല, അതൊരു ശക്തിയാണ്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട കാര്യങ്ങൾ, നമ്മുടെ സ്വപ്നങ്ങൾ, നമ്മുടെ വികാരങ്ങൾ, നമ്മുടെ പദ്ധതികൾ, ഇവയെ സംരക്ഷിക്കാനുള്ളൊരു തന്ത്രമാണത്. അമിതമായി തുറന്നു കാട്ടുന്നതിലൂടെ നമ്മൾ നമ്മുടെ ശക്തിയും നിയന്ത്രണവും മറ്റുള്ളവർക്ക് കൈമാറുകയാണ്. എന്നാൽ ഈ നിശബ്ദ ശക്തിയെ തിരിച്ചറിയുമ്പോൾ നമ്മൾ ഒരു അഭേദ്യമായ കോട്ട പണിയുകയാണ്.
പുറം ലോകത്തിന്റെ വിധികൾക്കോ അഭിപ്രായങ്ങൾക്കോ നമ്മുടെ ആത്മവിശ്വാസത്തെ തകർക്കാൻ കഴിയാത്ത ഒരു കോട്ട. ഇനി നിങ്ങൾ ഒരു പൊതുവേദിയിൽ നിൽക്കുമ്പോൾ ഒന്നോർക്കുക, ഒരു തുറന്ന പുസ്തകമാകണോ അതോ അജ്ഞാതവും ആഴത്തിലുള്ളതുമായ ഒരു ഗ്രന്ഥമായി നിലനിൽക്കണോ? തിരഞ്ഞെടുപ്പ് നിങ്ങളുടേതാണ്. നമ്മുടെ ജീവിതത്തിൽ എന്താണ് പങ്കുവെക്കേണ്ടത്, എപ്പോഴാണ് പങ്കുവെക്കേണ്ടത് എന്ന് ഓരോരുത്തരും വിവേകത്തോടെ തീരുമാനിക്കണം. നമ്മുടെ ശ്രദ്ധ സംസാരത്തിൽ നിന്ന് പ്രവൃത്തിയിലേക്ക് തിരിക്കുക. കുറച്ച് സംസാരിക്കുക, കൂടുതൽ പ്രവർത്തിക്കുക. നിങ്ങളുടെ വിജയം നിങ്ങൾക്കായി സംസാരിക്കട്ടെ. ഇന്നത്തെ എപ്പിസോഡ് ഏവർക്കും പ്രയോജനപ്രദമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത വിഷയവുമായി വീണ്ടും കാണാം. അതുവരെ നമ്മുടെ ഉള്ളിലെ നിശബ്ദ ശക്തിയെ പരിപോഷിപ്പിക്കുക. എല്ലാ സ്നേഹിതർക്കും ഹൃദയം നിറഞ്ഞ നന്ദി.